ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. റസലിയർ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ വൺ ആൻഡ് ഓൺലി സ്പെക്കായിട്ടുള്ള നമ്മളെ സ്വന്തം സ്റ്റാർക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ റിവ്യൂ മസ്റ്റാണ്. നമുക്ക് ഡി എമ്മിൽ വന്നിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അന്ന് നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് മേ ബി എന്താ പറയുക, റിയൽ ലൈഫിൽ കുറച്ചൊരു പ്രശ്നം വന്നതുകൊണ്ട് നമ്മൾ വണ്ടി റോളിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് കൊടുത്തേക്കുമായിരുന്നു. പക്ഷേ പുള്ളി അത് നല്ല രീതിയിൽ കെയർ ചെയ്യാത്തതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി റീബിൽഡ് ചെയ്തെടുത്തേക്കുവാണ്. പുള്ളിയുടെ ഐഡിയക്ക് വണ്ടി കൊണ്ടു നടക്കുമായിരുന്നു. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ട് സോ നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പിടിച്ചേക്കുവാണ്. അന്ന് ആ വണ്ടി ഒരു ഡാർക്ക് ബ്രൗൺ കളറായിരുന്നു, ഒരു കോഫി ഷെയ്ഡ് കളറായിരുന്നു. സോ നമ്മളത് മാറ്റിയിട്ട് നമ്മൾ പർപ്പിളിലോട്ട് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. പർപ്പിൾ വിത്ത് ഗോൾഡ് കോട്ടിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ പെയിൻറ്റ് ജോബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്. സോ അതുപോലെ തന്നെ ഇനി നമുക്ക് വണ്ടിയുടെ റിവ്യൂയിലോട്ട് കിടക്കണമെന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലോഗോ ആണ്. സോ ഇതിൻ്റെ ലോഗോ നമ്മൾ ഒറിജിനൽ JDM ഹോണ്ട ലോഗോ ആണ് നമ്മളിതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇതിനാവും ഈ ഒരു ക്ലാരിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹുഡിൻ്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ഹുഡാണ്. അതുപോലെ തന്നെ മെയിൻ ഫ്യൂച്ചറായിട്ടുള്ള ഡിപ്പിംഗ് ആണ് ഇതിൽ, കാർബൺ ഡിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 മെഷ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് എയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഫോർ ഒരു ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ക്യാരക്ടർ ലൈനും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതൊരു പ്രത്യേകതരം ഒരു ഭംഗി തന്നെ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബമ്പർ പറയുമ്പോൾ മ്യൂഗൻ്റെ ബമ്പറാണ്, മ്യൂഗൻ്റെ RR ബമ്പറാണ്, RR ബമ്പറാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വേറെ കസ്റ്റമൈസേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഫോഗ് ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബമ്പറിലൊരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു നോർമൽ ബമ്പർ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുള്ള കൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് കൂളിംഗ് ആണ്. അതായത് ഒരു റെഡ് ബ്ലൂ ടച്ച് വരുന്ന ഒരു കൂളിംഗ് ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വിനൈൽസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മേലെ നമ്മളെ ക്രൂ ആയിട്ടുള്ള ഫ്രാൻസ് കസ്റ്റംസിനെ താരതമ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ഫാമിലി എന്നുള്ളൊരു ബാഡ്ജിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജേസൺ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മളെ കസ്റ്റം ഗരാജിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ JDMൻ്റെ ഒരു പ്ലേറ്റിൻ്റെ സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത്, പ്ലേറ്റ് അല്ല. സോ ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഉള്ളൂ പറയാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ 2 സൈഡ് മിററും നമ്മൾ കാർബണിലോട്ടാണ്, അതൊരു ഡാർക്ക് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഓവർ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് വ്യൂവിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന വീൽസാണ്. ഫ്രണ്ടിൽ 17 ബാക്കിൽ 18 ഇഞ്ച് വീൽസുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിൽ വിത്ത് ക്യാമ്പർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ക്യാമ്പറിങ് ചെയ്തിട്ടില്ല, എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് വലിയ സീനില്ല. ബാക്ക് നമ്മൾ ക്യാമ്പർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റർ അടക്കം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നമ്മൾ സൈഡിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൂസ്റ്റഡ് ബ്രംബോയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ നമ്മളൊരു നൈറ്റിലൊക്കെ ഒരു ഗ്ലോ ആവുന്ന രീതിയിലുള്ളൊരു വിനൈൽ റാപ്പ് നമ്മൾ കാലിപ്പറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ കോസ്റ്റാണ്, അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് കാലിപ്പറിൽ ചെയ്യാൻ. സോ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ സെറോൺ INC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ വണ്ടി ഇപ്പോൾ റിലീസായത് ഇന്നലെ ആയിരുന്നു. സോ ഈ വണ്ടി റിലീസായപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേരൊന്നുമില്ല, 2-3 പേര്. സോ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സെറോൺ INC എന്നുള്ളൊരു പേരുകൊണ്ട് നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത് പലർക്കും ക്ലിയർ ആയിട്ടുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൂട്ടുകാർ ലൈക്ക് എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു കമ്പനിയുടെ പേരാണ് സെറോൺ INC. ഇറ്റ്സ് മെയ്ഡ് എന്താ പറയുക 1 to 14 years ഓൾഡ് കിഡ്സ് മുതൽ ബോയ്സ് വരെ വരുന്ന ഒരു വേരിയൻസിലുള്ള ടീഷർട്ട്സും കോഡ് സെറ്റ്സ് ഐറ്റംസ് യൂണിസെക്സ് ആണ്. സോ ഗേൾസിനും ജെൻസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ടീഷർട്ട്സും. പിന്നെ അതുപോലെ തന്നെ ഷർട്ട്സ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. സോ നമ്മളെ പ്രോജക്റ്റിൻ്റെ പേരാണ് സെറോൺ INC എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെറോൺ INC ജസ്റ്റ് ക്രോമിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സൈറ്റ് ഓപ്പണായി വരും. സോ അതിൽ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് കാണാൻ പറ്റും. അതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനും പറ്റും. കൊറിയർ ഡെലിവറി അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്ടി ടയേഴ്സാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നോർമലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സിൽ നമ്മൾ ടോക്കിയോൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം ഒരു ഗൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിങ് ആയിരുന്നു. സോ നമ്മളത് മാറ്റി ഒരു JDM കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ സൈഡ് പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോഴാണ് കുറച്ചും കൂടി അഗ്രസീവ് ആവുന്നത്. സോ
ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻലി പറയാനുള്ളത് നമ്മളെ എയർ സിസ്റ്റമാണ്. അതിലോട്ട് വരാം, അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻലി വേറൊരു ഹൈലൈറ്റാണ് ഈ സ്പോയിലർ. എന്താ പറയുക, കാർബൺ സ്പോയിലറാണ് ഗൈസ്. അതായത് വെയ്റ്റ്ലെസ് ആണ്, ഡിപ്പിങ്ങോ റാപ്പിങ്ങോ ഒന്നുമല്ല, റിയൽ കാർബൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്പോയിലർ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഓൾറെഡി സീക്കിന് വരുന്ന സ്പോയിലറാണ്. സോ നമ്മൾ അതൊന്നും ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ എന്താ പറയുക, ഒരു മോൺസ്റ്റർ ടൈപ്പിൽ ഇങ്ങനെ നിൽക്കണം. അതായത് കുറച്ച് ഫ്ലൈ ആയിട്ട് ഒരു മേലിങ്ങനെ നിൽക്കണം. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മാസീവ് ലുക്ക് തന്നെയാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ പിന്നെ നമ്മൾ ഈ സെയിം ഫ്രണ്ടിൽ ചെയ്ത JDM ലോഗോ തന്നെയാണ് നമ്മൾ ബാക്കിലും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീക്കിൻ്റെ ഒരു ബാഡ്ജിങ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല, നോർമൽ ബാഡ്ജിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ JDMൻ്റെ പ്ലേറ്റും. പിന്നെ മെയിൻ ഹൈലൈറ്റ് നമ്മളെ എയർ സിസ്റ്റമാണ് ഗൈസ്. അപ്പോൾ എയർ സിസ്റ്റം ചെയ്യാൻ അത്യാവശ്യം പണിയുണ്ട്. ഈ കാണുന്ന പോലെയുള്ള സിംപ്ലിസിറ്റി ഒന്നും അല്ല, അത്യാവശ്യം നല്ല പണിയുണ്ട്. ജേസൻ്റെ എയർ സിസ്റ്റം നമ്മളാണ് എയർ സസ്പെൻഷൻ്റെ കിറ്റ് വണ്ടിയിൽ ഇൻബിൽഡ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ളത്. CPM ഓൾ വേൾഡ് CPM കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് ഇറക്കിയിട്ടുള്ളത് നമ്മളാണ്, ജേസനാണ്. സോ ആ ക്രെഡിറ്റ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. പലരും ആണ് കൊണ്ടുവന്നതെന്നുള്ളൊരു പേരിൽ നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഞാനത് മൈൻഡ് ആക്കാറില്ല. എങ്കിൽ പോലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് നമ്മളാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ പേരിലൊരു തർക്കത്തിന് ഞാൻ നിന്നിട്ടില്ല. സോ ലീവ് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫ് നമ്മൾ കാർബൺ റാപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമ്മളൊരു ബ്ലാക്ക് കളർ വിനൈൽസാണ് ചെയ്തിട്ടുള്ളത്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. അതായത് ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ കൺസേൺ ചെയ്തിട്ട് ഇതിൽ പെർഫോമൻസ് സൈഡ് അങ്ങനെ വല്ലാതെ ഇൻക്രീസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ എക്സോസ്റ്റ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലെവലിൽ ഇത് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് കൺസേൺ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ സ്റ്റേജ് 3 ട്യൂൺ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. സോ ഇതൊരിക്കലും ഒരു റോഡ് സ്പെക്ക് അല്ല, നമ്മൾ ഓട്ടോ ഷോ സ്പെക്കാണ്. സോ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റയിൽ ഒരു ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, ഓട്ടോ ഷോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എന്താ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടത്തുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ചും കൂടി യൂണീക്കായിട്ടുള്ള ഒരു ഇവൻ്റാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും വണ്ടി ഷോക്ക് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് ഡ്രൈവർ നമ്മൾ വണ്ടിയായിട്ട് വരുന്നതായിരിക്കും. സോ അങ്ങനെ ഏതെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ആ വണ്ടിയുടെ. അപ്പോൾ അങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റ് ഞാൻ റസലൈസക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പേജിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 2 പേജാണ്, മേമത്ത് എന്ന് പറഞ്ഞിട്ടും പിന്നെ അത് 95 മേമത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഓട്ടോ ഷോൻ്റെ ഒരു പേജും ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഞാൻ ഓട്ടോ ഷോ സ്പെക്കായിട്ടുള്ള എത്ര വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അത്യാവശ്യം 10-15 വണ്ടി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് ഓട്ടോ ഷോ സ്പെക്കായിട്ട്. സോ നിങ്ങൾക്ക് ഈ ഒരേ സമയം ഈ 15 വണ്ടി വേണമെങ്കിൽ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് തരും. സോ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ബമ്പർ സ്റ്റോക്കാണ് ഗൈസ്. ബാക്ക് ബമ്പർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, കാരണം അതാണ് അതിൻ്റെ ഭംഗി. അതുകൊണ്ടാണ് ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ബമ്പർ ചെയ്തിട്ട് വലിയൊരു നാക്ക് കിട്ടുന്നില്ല. സോ നമ്മൾ അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാർക്കിൻ്റെ റിവ്യൂ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര പറയാനുള്ളൂ. സ്ട്രേറ്റ് പൈപ്പ് എക്സോസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ, എക്സോസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പെർഫോമൻസ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ സ്പീഡ് കൺസേൺ ചെയ്തിട്ടല്ല നമ്മൾ വണ്ടി റണ്ണിങ് കണ്ടീഷൻ കൺസേൺ ചെയ്തിട്ട് നമ്മളിതിലൊരു പ്രോഗ്രസ്സും ചെയ്തിട്ടില്ല. ഓൺലി ഷോ സ്പെക്ക്. ഈ വണ്ടി നമ്മൾ അങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, വേറെ കാര്യമായിട്ട് അലമ്പോ കാര്യങ്ങളായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓൾറെഡി സിവിക്ക് മത്തിയായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും എടുക്കണ്ടെന്ന് വിചാരിച്ചൊരു സ്പെക്കാണ് സിവിക്ക്. അങ്ങനെയാണ് സ്റ്റാർക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എൻ്റെ മൈൻഡിൽ വരുന്നത്, ഞാനത് ഇറക്കുന്നത്, അത് വൻ സക്സസ് ആവുന്നതും. സോ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു അതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വണ്ടിയുടെ റിവ്യൂ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുമില്ല. അതെനിക്ക് ഇറക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെ വണ്ടി എന്താ പറയുക, ടോട്ടൽ സ്റ്റോക്ക് ആക്കിയിട്ടായിരുന്നു ഫുള്ള് കൊണ്ട് നടന്നത്. നമ്മളത് റിട്ടേൺ എടുത്ത് എന്താ പറയുക, ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി പഴയ പോലെ തന്നെ ആക്കി, പെയിൻറ്റ് ജോബ് വേറെ സെറ്റാക്കി അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. സോ ഗൈസ്, ഇത്രയാണ് നമ്മുടെ സ്റ്റാർക്കിൻ്റെ റിവ്യൂ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാനുള്ളത് മെയിനായിട്ട്. സോ നിങ്ങൾക്ക് ഓട്ടോ ഷോ എന്തെങ്കിലും അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് DM ചോദിക്കാവുന്നതാണ്. നമ്മളതിൻ്റെ മോർ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വോയിസ് ഓവറായിട്ടോ ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ഞാൻ അത് നിങ്ങൾക്ക് തെളിയിച്ച് തരാം, ലൈക്ക് മനസ്സിലാക്കി തരാം എങ്ങനെയാണെന്നുള്ളത്. സോ അപ്പോൾ ഗൈസ് എന്താ പറയുക, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.